ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ സഭയിൽ ആഘോഷിച്ചിരുന്ന ഒരു തിരുനാൾ എന്ന രീതിയിലാണ് മംഗളവാർത്ത തിരുനാളിനെ നമ്മൾ കാണുന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ തിരുനാൾ ആഘോഷിച്ചതിനുള്ള തെളിവുകളുണ്ട്. വീണ്ടും 7-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ ടൊളേദോ കൗൺസിൽ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മറിയത്തിൻ്റെ മംഗളവാർത്ത അതൊരു തിരുനാളായി സഭ ആഘോഷിക്കേണ്ടതാണ്. പിന്നീട് സഭ പറയുന്നുണ്ട്, നോമ്പ് കാലത്തിലാണെങ്കിൽ പോലും മറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കപ്പെടേണ്ട ഒരു തിരുനാളാണ്. കാരണം ആ തിരുനാളാണ് രക്ഷ മനുഷ്യകുലത്തിന് മുഴുവൻ സംജാതമാക്കാനായിട്ട് ഇടയാക്കിയ തിരുനാളെന്ന്. പിന്നെ മറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാളിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് തന്നെ ഈ മംഗളവാർത്ത തിരുനാളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 26 മുതൽ 38 വരെയുള്ള വചനങ്ങൾ നമുക്കേറെ പരിചിതമായ വചനഭാഗമാണ്. അവിടെ 26-ാമത്തെ വചനം ആരംഭിക്കുന്നു, 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഈ 6-ാം മാസം നമുക്കറിയാം, അത് എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കാസ് വിശേഷകൻ 6-ാം മാസം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിച്ച യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് ദൈവം നൽകിയ വലിയൊരു സദ്വാർത്തയായിരുന്നു യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത. ആ സദ്വാർത്ത എലിസബത്ത് സ്വീകരിച്ചതിന് ശേഷം 6-ാം മാസം, ആ 6-ാം മാസത്തിലാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കിലേക്കും അതേ ദൈവദൂതൻ ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, ആ ഒരു പദം ദൈവത്തിൻ്റെ ശക്തൻ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തനായ ദൂതൻ ഗബ്രിയേൽ വീണ്ടും മറിയത്തിൻ്റെ അടുക്കിലേക്ക് അയക്കപ്പെടുകയാണ്. അങ്ങനെ അയക്കപ്പെടുന്ന ഗബ്രിയേൽ ദൂതൻ ദൈവനിശ്ചയപ്രകാരം മറിയത്തിൻ്റെ അടുക്കൽ വന്ന് മറിയത്തോട് അറിയിക്കുന്ന സദ്വാർത്ത എന്താണ്? ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം POC വിവർത്തനമാണ് നമ്മുടെ ബൈബിൾ, മലയാള ബൈബിളിൻ്റെ ഔദ്യോഗിക വിവർത്തനമായിട്ട് കേരളത്തിലെ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ വിവർത്തനത്തിൽ തന്നെ നമ്മൾ അടുത്ത എഡിഷൻ വരുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ നടത്തുന്ന അഭിസംബോധനയിൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട പദം അത് ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്ന പദമാണ്. ഖൈറെ എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിൻ്റെ ശരിയായ അർത്ഥം ആനന്ദിച്ചാലും എന്നാണ്. സഫാനിയായുടെ പ്രവചന ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ സ്വതന്ത്രയായ ജെറൂസലേമിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, സിയോൻ പുത്രി ആനന്ദ ഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറൂസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. ഈ ഖൈറെ എന്ന പദം തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ നീ ആനന്ദിച്ചാലും. എന്തുകൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞ മറിയത്തോട് ആനന്ദിക്കാനായിട്ട് ഗബ്രിയേൽ ദൂതൻ ആവശ്യപ്പെടുന്നത്? ഉടനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, വചനം അടുത്ത് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അപരിചിതനായ ഒരു മനുഷ്യൻ തൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, നീ ദൈവകൃപ നിറഞ്ഞവളാണ്, നിനക്ക് ആനന്ദിക്കാനായിട്ടുള്ള സാഹചര്യം ഇതാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പ്രധാനമായിട്ടും ദൈവദൂതൻ പറയുന്നത് കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയാൽ, ആ കൃപയിൽ നിറഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്കും ഇത്തരത്തിൽ ആനന്ദിക്കാനുള്ളൊരു സദ്വാർത്ത ദൈവം നമുക്ക് നൽകും.
ദൈവകൃപ നിറഞ്ഞവർക്ക് ദൈവം നൽകുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ആട്ടിടയന്മാർ യേശുക്രിസ്തുവിൻ്റെ ജനന വാർത്ത അറിയുന്ന സമയത്ത് അവിടെയും ദൈവദൂതൻ അവരോട് പറയുന്നത് എന്താ? ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അപ്പം മറിയത്തോടും പറയുന്നത്, നീ സന്തോഷിക്കൂ, നീ ആനന്ദിക്കൂ, കാരണം നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുകയാണ്. ആ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രന് ജനിക്കാനായിട്ട് നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. എന്നാൽ നമുക്കറിയാം, മറിയം ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആ രീതിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് വചനം തുറന്ന് പറയുന്നുണ്ട്. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. കാരണം അപരിചിതനായ ഒരു ദൂതൻ വന്ന് പറയുന്നത്, നീ ദൈവകൃപ നിറഞ്ഞവളാണ്, നിനക്ക് സന്തോഷിക്കാനുള്ള വക ദൈവം തരുന്നുണ്ട്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അടുത്തത് എന്താണ് വരുന്നത് എന്നറിയാതെയാണ് ഈ അസ്വസ്ഥത മറിയം പ്രകടിപ്പിക്കുന്നത്. അപ്പോഴാണ് ദൂതൻ അവളോട് പറയുന്നത്. ആ സമയത്താണ് ദൂതൻ അവളുടെ പേര് വിളിക്കുന്നുള്ളൂ. അതിനു മുൻപ് അഭിസംബോധനയിൽ ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും, സാധാരണ രീതിയിൽ ഒരു യഹൂദ പാരമ്പര്യത്തിലെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും അഭിസംബോധന ചെയ്യുമ്പോൾ ഷലോം ആണ് ഉപയോഗിക്കുക, സമാധാനമാണ് പരസ്പരം പറയാറ്. പക്ഷെ ഇവിടെ ആ സമാധാനത്തിന് പകരമായിട്ട് യവന ചിന്തയിൽ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ആശംസ, അത് സന്തോഷിക്കൂ ഖൈറേ. ആ സന്തോഷിക്കാനുള്ള കാരണം എന്താണ്? ഖാരിസ്, ദൈവകൃപ നിന്നിലുണ്ട്, ആ ദൈവകൃപയിൽ നീ നിറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സന്തോഷിക്കാനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഖൈറേ എന്നുള്ളത് ആനന്ദിക്കാൻ ആയിട്ടുള്ളൊരു ആഹ്വാനമാണെങ്കിൽ ആ ആനന്ദിക്കാനുള്ള ആഹ്വാനത്തിൻ്റെ കാരണം എന്താണ്? അത് കാരിസാണ്, ദൈവകൃപയിൽ നീ നിറഞ്ഞതിൻ്റെ പേരിലാണ്. എന്നിട്ടാണ് മറിയത്തോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ആ കൃപയിൽ നീ നിറയുകയാണ്. പ്രിയമുള്ളവരെ, തുടർന്ന് പറയുന്ന വചനം, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. അന്ന് വരെ ഇമ്മാനുവേൽ പ്രവചനം, ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് നടത്തപ്പെട്ട പ്രവചനങ്ങളൊക്കെ മറിയത്തിൻ്റെ മുൻപിൽ ഈ ഗബ്രിയേൽ ആവർത്തിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ദൈവത്തിൻ്റെ പുത്രനാണ് നിന്നിലൂടെ ഈ ലോകത്തിൽ ഭൂജാതനാകാൻ പോകുന്നത് എന്ന് മറിയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവവചനത്തിൻ്റെ ആ ഒരു പിൻബലത്തോടുകൂടെ. അപ്പോഴാണ് മറിയം ദൂതനോട് പറയുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ സക്രിയയെ ഓർക്കാറുണ്ട്. പാവം സക്രിയ വാർദ്ധക്യ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയത്തിൽ ധൂപാർപ്പണ മധ്യേ ഇതുപോലെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിൽ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത അറിയിച്ചപ്പോൾ ആ വൃദ്ധനായ പുരോഹിതൻ സ്വാഭാവികമായിട്ടും സംശയിച്ചു, ഇതെങ്ങനെ സംഭവിക്കുക? ഞാൻ വൃദ്ധനായല്ലോ, ഇനി അത് സാധ്യമാണോ എന്നുള്ള ആ ഒരു സംശയം ആ ഒരു വൃദ്ധ പുരോഹിതൻ്റെ മനസ്സിലുണ്ടായപ്പോൾ ദൈവദൂതൻ ഒരു ചെറിയ ശിക്ഷയോടുകൂടിയാണ് പ്രത്യുത്തരിച്ചത്. എന്നാൽ മറിയത്തിൻ്റെ സംശയം, മറിയം ദൈവത്തിനത് അസാധ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി അല്ല ആ ഒരു സംശയം ഉണർത്തിച്ചത്. അവൾ പറയുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ ഇതുവരെയും അറിയാത്തവളാണ്. മറിയം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാതെയാണ് മറിയത്തിൻ്റെ സംശയം ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഉണർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ പറയും, ഇത് ദൈവത്തിൻ്റെ ഈ അരുളപ്പാട്, ദൈവദൂതൻ്റെ ഈ ഒരു അരുളപ്പാട് മറിയത്തിൻ്റെ മുൻപിലേക്ക് എത്തിയപ്പോൾ മറിയം എന്ത് മറുപടിയാണ് പറയുക എന്നറിയാൻ സ്വർഗം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നത്രേ. എന്തുകൊണ്ടായിരിക്കണം സ്വർഗം മുഴുവൻ ആകാംക്ഷയോടുകൂടെ മറിയത്തിൻ്റെ മറുപടിക്കായിട്ട് കാത്തിരുന്നത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ സ്ത്രീയായ ഹൗവ
ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് അനുസരണക്കേടിലൂടെ പാപത്തിന് വിധേയയായപ്പോൾ ആ ദൈവം തൻ്റെ പുത്രനെ നൽകി ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് പുതിയ നിയമത്തിലെ സ്ത്രീയായ മറിയത്തിൻ്റെ അടുക്കൽ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ആദ്യ കാലഘട്ടങ്ങളിലെ നമ്മുടെ ഐക്കൺ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മറിയത്തിൻ്റെ ചെവിയുടെ അടുത്ത് ഗർഭം ധരിച്ച പുത്രനെ വരച്ചു ചേർക്കാനായുള്ളൊരു ശ്രമം നടത്തിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഉദരത്തിൽ ഗർഭം ധരിച്ചതിനേക്കാൾ ഉപരിയായിട്ട് മറിയം ഗർഭം ധരിച്ചത് ചെവി കൊണ്ടാണെന്ന്. കാരണം ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്ത മറിയം ആ സ്വരത്തിന് പ്രത്യുത്തരമായി ഇതാ കർത്താവേ നിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുൻപിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയായിരുന്നു. ഫിയാത്ത്, ദൈവമേ നിന്റെ ഹിതം ഇതാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ ഞാനിതാ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപൂർണ സമർപ്പണം മറിയം അവിടെ നടത്തുകയായിരുന്നു. ആ സമർപ്പണം കേട്ടപ്പോൾ സ്വർലോകം മുഴുവൻ ആനന്ദത്തിൽ ആറാടിയെന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. കാരണം ആ ഒരു നിമിഷത്തിന് വേണ്ടി നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പായിരുന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപം വഴിയായി ദൈവബന്ധത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും തിരികെ എടുക്കാനായിട്ട് ദൈവം ഇത്തരത്തിൽ തൻ്റെ പുത്രനെ അയക്കുമ്പോൾ ആ പുത്രനെ സ്വീകരിക്കാൻ മനുഷ്യൻ്റെ സ്ത്രീയുടെ സമ്മതം അനിവാര്യമായിരുന്നു. ആ അനിവാര്യമായ സമ്മതം മറിയം പ്രകടിപ്പിക്കുന്നത് ഈ പരിപൂർണ സമർപ്പണത്തിലൂടെയായിരുന്നു. ഫിയാത്ത്, ഇതാ കർത്താവേ നിന്റെ ദാസി. പ്രിയമുള്ളവരെ, ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ, മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ മറിയത്തിൻ്റെ ഫിയാത്ത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പോൾ ആ ഫിയാത്തിലൂടെ മറിയം സഞ്ചരിച്ചത് പിയാത്തായിലേക്കുള്ള ഒരു ദൂരമായിരുന്നു എന്ന് നാം വിസ്മരിക്കരുത്. ഫിയാത്ത് സമർപ്പണമാണ്. ഇതാ കർത്താവേ നിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് മറിയം ഇത് ഏറ്റുപറഞ്ഞതിന് ശേഷം പിന്നീട് മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന 7 വ്യാകുലങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർന്നുള്ളൊരു സഞ്ചാരവും ഏറ്റവും അവസാനം കാൽവരിയിൽ കുരിശിൻ കീഴെ ഈ അമ്മ തൻ്റെ പുത്രൻ്റെ ആ മൃതദേഹം മടിയിൽ കിടത്തിക്കൊണ്ട് അവസാനമായിട്ട് അന്ത്യയാത്ര പറഞ്ഞ ആ സന്ദർഭങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിയാത്തിൽ നിന്ന് പിയത്ത നമുക്കറിയാം മൈക്കലാഞ്ചലോയുടെ വളരെ പ്രസിദ്ധമായൊരു സ്റ്റാച്ചുവാണ്. നമ്മൾ വത്തിക്കാൻ സ്ക്വയറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ വലതുവശത്ത് വളരെ മനോഹരമായിട്ട് ഇപ്പോഴും നമുക്ക് ദർശിക്കാൻ കാണുന്ന ആ ഒരു പിയത്തയുണ്ട്. മാതാവിൻ്റെ മടിയിൽ യേശുവിൻ്റെ മൃതദേഹം കിടത്തിയിരിക്കുന്ന അതിസുന്ദരമായ മാർബിൾ സ്റ്റാച്ചു. ഫിയാത്തിൽ നിന്ന് പിയത്തായിലേക്ക് എത്തി നിൽക്കുന്ന മറിയത്തിൻ്റെ ജീവിതയാത്ര, അതാണ് മംഗളവാർത്ത തിരുനാൾ നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. ദൈവഹിതത്തിൻ്റെ മുൻപിൽ പരിപൂർണമായി സമർപ്പിക്കാനായിട്ട് മറിയം തയ്യാറായപ്പോൾ ആ കൃപയിൽ നിറഞ്ഞുള്ള ആ ഒരു ജീവിതം തുടരാനായിട്ട് മറിയം വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. ഈ ദൈവകൃപ നിറഞ്ഞ മറിയം ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്താണ്? തുടർന്ന് ലൂക്കാസ് വിശേഷകൻ നമ്മൾ പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വചനത്തിൽ മറിയം യൂദയായിലുള്ള മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ മറിയം യാത്രയാവുകയാണ്. എവിടേക്കാണ് തിടുക്കത്തിൽ യാത്രയായത്? തൻ്റെ ഇളയമ്മയായ എലീശ്വ ഗർഭിണിയാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവൾക്ക് ശുശ്രൂഷയൊരുക്കാനായിട്ട് കൃപ നിറഞ്ഞ മറിയം തിടുക്കത്തിൽ യാത്രയാവുകയാണ്. പ്രിയമുള്ളവരെ, മംഗളവാർത്ത തിരുനാളിൽ പ്രത്യേകമായിട്ട് മറിയത്തെ നാം അനുസ്മരിക്കുമ്പോൾ ദൈവഹിതത്തിൻ്റെ മുൻപിൽ പരിപൂർണമായി സമർപ്പിച്ച ദൈവകൃപ നിറഞ്ഞ മറിയം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവകൃപ നിറഞ്ഞ മനുഷ്യരൊക്കെ തിടുക്കത്തിൽ യാത്ര ചെയ്യേണ്ടവരാണ്. എവിടേക്ക്? മറ്റുള്ളവർക്ക് ശുശ്രൂഷയ്ക്കായിട്ട് യാത്ര ചെയ്യേണ്ടവരാണ്. മറ്റുള്ളവരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ മറിയം പുനരവതരിക്കുകയാണ്. ഈ മംഗളവാർത്ത ദിനത്തിൽ നമുക്കൊന്ന് ഒരു നല്ലൊരു തീരുമാനം എടുത്തു നോക്കിയാലോ? നമ്മുടെ ശുശ്രൂഷ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക്, അത് നമ്മുടെ അയൽ ഭവനങ്ങളാകാം, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളാകാം, അടുത്തുള്ള ആശുപത്രിയാകാം,
അടുത്തുള്ള ഒരു അഗതി മന്ദിരമാകാം, അടുത്തുള്ള ഒരു വൃദ്ധസദനമാകാം, എവിടേക്കാണെങ്കിലും സന്തോഷത്തോടെ കടന്നു ചെന്നുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ നമ്മുടെ അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ മംഗളവാർത്ത തിരുനാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അർത്ഥവത്തായ ഒരു തിരുനാളായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് നൽകുന്ന മംഗളവാർത്തയുടെ സമാപനത്തിൽ 37-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്കും ഈ അവസരത്തിൽ ഈ മംഗളവാർത്ത തിരുനാളിനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ പങ്കുവെക്കാനുള്ളത് തന്നെയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ദൈവിക ശക്തിയുടെ മുൻപിൽ പരിപൂർണമായി സമർപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ദൈവം, പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു ദൈവമായി കൂടെ ഉണ്ടാകും. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ കൃപ എന്നിലുണ്ടെങ്കിൽ ഞാൻ ഭയം കൂടാതെ ഈ ലോകത്തിൽ എൻ്റെ ജീവിതം നയിക്കാൻ നിയുക്തയാക്കപ്പെടും എന്നുള്ള ആ ബോധ്യം ഉൾക്കൊള്ളാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. മറിയം ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്തതുപോലെ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്നവരായി ആ ദൈവവചനത്തിന് മുൻപിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി നമ്മുടെ ജീവിതം തുടരാൻ മംഗളവാർത്ത തിരുനാൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഏവർക്കും അനുഗ്രഹപ്രദമായ തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുന്നു.